everyone and welcome to Variety Media. Sorry, അതാണ് പറഞ്ഞ ശീലം അതുകൊണ്ടാണ്. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടോ. അപ്പം നല്ല രീതിയിൽ ജലദോഷം തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ബിക്കമിങ് മോർ ആക്റ്റീവ് ഇൻ യൂട്യൂബ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഷോർട്സിനൊക്കെ നല്ല വ്യൂസ് വരുന്നുണ്ട്. നല്ല വ്യൂസ് അല്ല കേട്ടോ, അതായത് എന്നെ കമ്പയർ ചെയ്യുമ്പം എനിക്കത് ഭയങ്കര വലിയ വ്യൂസാണ്. ഞാൻ കൊട്ടൂർ പോയ വീഡിയോ അല്ല, കൊട്ടൂർ കല്ലൊരുക്കുന്ന വീഡിയോ ഇട്ടപ്പം അതിന് കുറേ വ്യൂസ് വന്നു. അതിന് 3 million+ വ്യൂസ് ആയിട്ടുണ്ട് ഇപ്പം. അതെത്ര പോകുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൽ കുറേ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ കോലം നോക്കണ്ട, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പനിയാണ്. അതിൻ്റെ ഒരു ഇതാണ്. അപ്പം അതിൽ കുറേ അത് നേച്ചറൽ ആണ്, പിന്നെ അത് ദൈവത്തിൻ്റെതാണ്, പിന്നെ അല്ലാതെ വെള്ളത്തിൽ കിടന്ന ചളിയായിട്ടാണ്, അങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. എക്സാക്റ്റ് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാനിങ്ങനെ ഇന്നലെ ഒരു Q&A ക്വസ്റ്റ്യൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം റെസ്പോൺസ് ഒന്നും ഇല്ല. എപ്പോഴും കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഞാനൊരു 5-6 എണ്ണം പിക്ക് ചെയ്തിട്ടുണ്ട്. നോർമൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ അത്യാവശ്യം നല്ല മൂഡുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുടി മുറിച്ചിട്ട് എങ്ങനെ ഉണ്ട് രസമുണ്ടോ? അതെ, അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് കേട്ടനാണ് കേട്ടോ. അപ്പം നമുക്ക് Q&Aയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ബുക്കിൽ ലൈഫ് ഈസ് സ്വീറ്റ് എന്ന് എഴുതിയ ഒരു ബുക്കിലാണ് ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, ഞാനത് പറയുന്നില്ല. ആൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയണം, ആൻസേഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതായത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് Q&A ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാനിവിടെ വയ്ക്കാം. ഫസ്റ്റ് തന്നെ ഇൻ്റർവ്യൂ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, എന്നോട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും എടുക്കലില്ല അല്ലേ? ഓക്കെ, കാരണം എന്താ വെച്ചാൽ നല്ല മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് ജനലടക്കം. അപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും എടുക്കലില്ല അല്ലേ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ഞാൻ വർക്കിംഗ് ആണ്. അതായത് മൺഡേ ടു ഫ്രൈഡേ എനിക്ക് രാവിലെ 10 മണി മുതൽ ഒരു 6 മണി കഴിയുന്നത് വരെ വർക്കാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സൗകര്യം നോക്കിയിട്ട് ഗസ്റ്റ് വരില്ല. അപ്പം പിന്നെ കിട്ടുന്ന ആകെ ശനി ഞായർ. അതിലെനിക്ക് എന്തെങ്കിലും കൊളാബ് എടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഷൂട്ട് എടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്ന ആഴ്ചയായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നടക്കുമ്പോൾ വല്ലപ്പോഴുമാണ് എനിക്കൊരു ഇൻ്റർവ്യൂ ഒത്തു വരുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂസ് എടുക്കുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി ഇൻസ്റ്റഗ്രാം തന്നെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇൻ്റർവ്യൂസിലൊന്നും നിങ്ങൾ കാണാത്തത്. എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വല്ലപ്പോഴൊക്കെ ഞാൻ വരും, വെറൈറ്റി മീഡിയയിൽ വരും, ഇൻ്റർവ്യൂ എടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ വെറൈറ്റി മീഡിയയിലെ ഇക്കമാരെ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഇൻസ്പിറേഷൻ ടു ബിക്കം എൻ ഇൻ്റർവ്യൂവർ? ഓക്കെ, എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രോവേർട്ടാണ്. അതായത് ഈ ക്യാമറ നോക്കി സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ആൾക്കാരുടെ ഇടയിൽ പോയാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് പുതുതായിട്ട് ഒരാളെ കണ്ടാൽ, അല്ലെങ്കിൽ ഞാനൊരു ക്ലോസ് അല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് അവരോട് എന്ത് സംസാരിക്കണം എന്ന് അറിയില്ല. ഞാനിങ്ങനെ വിചാരിക്കും ഇങ്ങനെ ആൾക്കാർ സംസാരിക്കത്തേന്ന്, പക്ഷെ എനിക്ക് അറിയില്ല അവരായിട്ട് എങ്ങനെ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവർ ആവുമെന്ന് എൻ്റെ ജന്മത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരാളോട് ഈവൻ വീട്ടിൽ തന്നെ ഞാൻ അധികം സംസാരിക്കാത്ത ആളാണ്, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അല്ല കുടുംബക്കാരുടെ അടുത്ത് പോയാലും ഒരു വിചാരിക്കും ചിലപ്പോൾ ചാടിയെന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇൻ്റർവ്യൂ ഞാൻ ആദ്യമായിട്ട് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഞാൻ ഓക്കെ ആയി വന്നത്. അതായത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അതെനിക്ക് തോന്നുന്നൊരു ജോലിയുടെ ഭാഗമായി അങ്ങനെയായിരിക്കും തോന്നുന്നു. ഞാൻ അതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആയി. എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല ഇപ്പം. പിന്നെ എല്ലാ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴും ചെറിയൊരു ടെൻഷൻ എപ്പോഴും മുന്നിൽ ഉണ്ടാവാറുണ്ട്. അത് ആ ഒരു ഫ്ലോയിൽ എത്തിക്കഴിഞ്ഞാൽ അധികം ഇൻ്റർവ്യൂസും നല്ലൊരു ഫ്ലോയിൽ അങ്ങ് പോവും, ചിലത് സ്റ്റക്ക് ആവാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്
അതൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ആങ്കർ ആവണം എന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. ഒരിക്കലും ഇങ്ങനെ ആങ്കർ ആവുന്നു അല്ലെങ്കിൽ യൂട്യൂബ് സെറ്റായിട്ടില്ല, അത് വേറെ കാര്യം. ഇൻസ്റ്റഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് വരുമെന്നോ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നോ ഒന്നും ഞാൻ എൻ്റെ ജന്മത്തിൽ വിചാരിച്ച കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതാണ്. നെക്സ്റ്റ്, എൻ്റെ ജോബിനെ പറ്റി കുറേ പേര് ചോദിക്കുന്നുണ്ട്. എൻ്റെ ജോബ് എന്ന് വെച്ചാൽ ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3.5 വർഷമായി എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കമ്പനീൻ്റെ പേര് പറയുന്നില്ല, കാരണം കമ്പനീൻ്റെ പേര് പറഞ്ഞാൽ കുറേ പേര് ചുമ്മാ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അതായത് ഈ വേണ്ടാണ്ട് മെസ്സേജസ് അല്ല, ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അതൊക്കെ ഞാൻ കാരണം ഓഫീസിലെ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചാൽ കമ്പനിയുടെ നെയിം മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഞാനിവിടെ ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു 3.5 വർഷം കഴിഞ്ഞ് ഞാൻ IT ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ട്. ഓക്കെ, വൺ തിങ് ഇൻ ദ ബക്കറ്റ് ലിസ്റ്റ് ദാറ്റ് ഐ ഹാവ് നെവർ ഡൺ. ബക്കറ്റ് ലിസ്റ്റ്, ഞാൻ അങ്ങനെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന അങ്ങനത്തെ ഒരാളൊന്നുമല്ല. പക്ഷേ എപ്പോഴും മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് എനിക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ളത്. പോവും, പക്ഷെ എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ എന്തൊക്കെയോ നോക്കാം. എന്തായാലും ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാതിരിക്കില്ല ഭാവിയിൽ, അല്ലേ? അപ്പം പോവും. അതാണ് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അങ്ങനെ ബക്കറ്റ് ലിസ്റ്റായിട്ട് എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫുഡ്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലെ ചോറും കറിയും മാത്രമാണ്. നോൺ വെജിൻ്റെ ഒരു ഫാനല്ല ഞാൻ. പിന്നെ അല്ല ബിരിയാണി ഫാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ചില സമയത്ത് കഴിക്കാനൊക്കെ ഭയങ്കര കൊതി ഉണ്ടാവാറുണ്ട്. അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ നമ്മൾ സാധാ ചോറും കറിയും ഉപ്പേരി എന്ന് പറഞ്ഞാൽ വറവ്, നിങ്ങളെന്താ പറയുക, അതാണ് എനിക്ക് ഏറ്റവും കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അല്ലാതെ അങ്ങനെ പിന്നെ ഇടയ്ക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമാണ്. ചില സമയത്ത് ഞാൻ ഷുഗർ കട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ കാര്യം. ഓക്കെ, പിന്നെ ഞാൻ ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങിയതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ സൈസ് എങ്ങനെയാണ് പാകാവുക, അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണെന്നുള്ളത്. ഓക്കെ, എൻ്റെ ഒരു ഹൈറ്റ് ഏകദേശം ഒരു 155 ആണെന്ന് തോന്നുന്നു എൻ്റെ ഹൈറ്റ്. അപ്പം അതിൽ എക്സ്ട്രാ സ്മോൾ സൈസാണ് എൻ്റെ ഡ്രസ്സസൊക്കെ വരുന്നത്. അതാണ് ഞാൻ ത്രിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ ത്രിഫ്റ്റ് ഞാൻ അത്രയും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ത്രിഫ്റ്റ് സ്റ്റോറിൽ ഡ്രസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എബ്രോഡ് സെറ്റിൽ ആകാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, എബ്രോഡ് സെറ്റിൽ ആകാൻ എനിക്ക് ഇപ്പോൾ ഒരു പ്ലാനും ഇല്ല. കാരണം എനിക്ക് എബ്രോഡ് സെറ്റിൽ ആവണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് നാട്ടിൽ തന്നെ സെറ്റിലാകും. ചിലപ്പോൾ ഈ കൊളാബറേഷൻസും അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമും എൻ്റെ ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ആയിരിക്കാം എന്നെ ഇവിടെ പിടിച്ച് നിർത്തുന്നത്. എബ്രോഡ് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് എബ്രോഡ് സെറ്റിലാവാൻ ഒട്ടും ഉദ്ദേശമില്ലാത്ത, അല്ലെങ്കിൽ പോയി വരാൻ പറ്റുന്നതൊക്കെയാണ് കുഴപ്പമില്ല. അപ്പം എബ്രോഡ് സെറ്റിലാവാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ല. ആൻഡ് അത്രയേ ഉള്ളൂ ഈ വീഡിയോ. സോ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.